വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ബൈക്കിന്റെ ഫ്രണ്ട് ടയർ എങ്ങനെ വെട്ടിത്തേയുന്നു. അത് പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഫ്രണ്ട് ടയർ വെട്ടിത്തേയൽ. അതെങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അതിനുള്ള കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതെങ്ങനെ വരുന്നു, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു വീഡിയോയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ എല്ലാവർക്കും ഇതറിയാവുന്ന കേസായിട്ടാണ്. ഇതാണ് ബൈക്കിന്റെ മെയിൻ ട്യൂബ്. ഈ മെയിൻ ട്യൂബിന് സ്ക്രാച്ചസോ കാര്യങ്ങളോ വീണ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഓയിൽസീലിന്റെ ഡാമേജും കാര്യങ്ങളും വരും. ഇതാണ് ബൈക്കിന്റെ ഓയിൽസീല്. ഈ ഓയിൽസീലിന്റെ ഡാമേജും കാര്യങ്ങളത്തേനും വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫോർക്ക് ഓയിലിന്റെ ഓയിൽ നേരെ മെയിൻ ട്യൂബിലേക്ക് എത്തുകയും അതൊരു സ്പെൻഡ് ചെയ്ത് ഫോർക്ക് ഓയിൽ അതിൽ നിന്ന് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ ചെക്ക് ചെയ്യേണ്ട അതിന് മെയിൻ ട്യൂബിന് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നില്ലെങ്കിൽ ഓയിൽ സ്പെൻഡിങ്ങോ ഉണ്ടോ എന്ന് നോക്കുക. അത് കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് ഓയിൽസീല് മാറാൻ ശ്രമിക്കുക. പിന്നെ ഓരോ 10,000 കിലോമീറ്ററിനും നിങ്ങളുടെ ഫോർക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുക. പിന്നെ ഇപ്പം അതായത് നമ്മുടെ പ്രോപ്പറായിട്ട് ഒരു 30,000 കിലോമീറ്റർ ഓടുന്ന ടയർ ചിലപ്പം 12,000 കിലോമീറ്റർ ഓടത്തുള്ളൂ. ഈ ഒരു കാരണം കൊണ്ട് അപ്പം ഇതുപോലത്തെ ഇൻഫോർമേഷൻ വീഡിയോ കിട്ടാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇൻസ്റ്റാ ID ഫോളോ ചെയ്യുകയും ചെയ്യുക.